അപ്പം ഗുഡ് മോർണിംഗ്. നമ്മളിന്നലെ ക്ലാരൻസിലായിരുന്നു കേട്ടോ സ്റ്റേ. തൊണ്ട ഇച്ചിരി അടങ്ങിയിരിക്കുക, അതുകൊണ്ട് ഇത്ര ബേസുള്ള വെച്ചാൽ. അപ്പം ഇന്നത്തോടെ നമ്മുടെ ട്രിപ്പിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം ലാസ്റ്റ് ഡേയ്സിലേക്ക് എത്തുക കേട്ടോ. ഇനിയിപ്പോൾ 2-3 ദിവസം നമ്മൾ ജോബർഗിലുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരും കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന മറ്റേ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ രാവിലത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ട് ഡോറൊക്കെ നോക്കിക്കേ, ഫുൾ ഗ്ലാസ് ആണ്. എയർബിഎൻബി സെറ്റപ്പ് കേട്ടോ. അവർ ഫ്രണ്ടിൽ കുറച്ച് മരങ്ങളൊക്കെ ചെയ്ത് കുറച്ച് ഇതുണ്ടല്ലേ, കല്ലൊക്കെ വെച്ചിട്ടുള്ള കുറേ ക്രാഫ്റ്റ്സൊക്കെ കണ്ടോ. ഈ ഇരിക്കുന്നതൊക്കെ കണ്ടോ. അടുത്തോട്ട് പോയി കാണിച്ചു തരാം കണ്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് കേട്ടോ, ഈ പടുകൂറ്റ മരമാട്ടോ. നമ്മൾ ഇന്നലെ ബ്രായിയൊക്കെ ഇട്ട സ്ഥലമാണ് അത്. ബ്രായി ഇട്ടതും അവിടെ പുറത്ത് നിന്ന് കഴിച്ചു. ഇത് അപ്പുറത്തെ വീടിൻ്റെ സ്ഥലമാണ്. ഇത് നമ്മുടെ ഏരിയ അല്ല. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അവരാ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ല വൃത്തിയായിട്ടാട്ടോ. ഇത് നമുക്ക് booking.com വഴി കിട്ടിയതാണ്. ഇതുണ്ടോ, രാവിലെ എണീക്കുമ്പോൾ നമ്മൾ കാണുന്ന വ്യൂ ഈ മലയിലോട്ട് ഈ വെയിൽ വന്നടിക്കുന്ന വ്യൂ ആട്ടോ നമ്മൾ കാണുന്നത്. എന്നാ ഭംഗിയല്ലേ. ഈ ക്ലാരൻസ് എന്ന് പറയുന്ന ചെറിയൊരു വൈറ്റ് ടൗൺ ആട്ടോ, നല്ല ഭംഗിയുള്ള ടൗൺ. ഇന്നലത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശരിക്കും എന്താ പറയുക, നമ്മളൊരു സെറ്റൊക്കെ എടുത്തില്ലേ, അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് മൂവിയിലൊക്കെ ചെറിയൊരു ടൗൺ എന്ന് പറയത്തില്ലേ, ആ ഒരു ലെവലിലാട്ടോ ക്ലാരൻസ് ടൗൺ ഇരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. ഇന്നലെ രാത്രി ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ട് നമ്മൾ പ്രായമൊക്കെ ഇട്ട് വീട്ടിൽ എങ്കിലും കിടന്നുറങ്ങാമെന്ന് ഓർത്തു. ഇന്ന് രാവിലെ ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒരു റൗണ്ടൊക്കെ അടിച്ച് ക്ലാരൻസ് ടൗൺ വഴി റൗണ്ടൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത്. ഇവിടുത്തെ എന്തോ നമ്മുടെ മൈനയൊക്കെ പോലത്തെ ഒരു പക്ഷിയാന്ന് തോന്നിട്ട് രാവിലെ വന്ന് ഏതാണ്ടൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്, ആ മരത്തേലും ഇരിപ്പുണ്ടേ. നമ്മൾ സ്റ്റേ ചെയ്തതെല്ലാം നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്ത നമ്മുടെ ഡർബിനി സ്റ്റേ ചെയ്ത മറ്റേ ഇതില്ലേ, സീ സൈഡ് അപ്പാർട്ട്മെൻറ്റ് സ്റ്റേ ചെയ്തില്ലായിരുന്നു, സീ ലോഡ്ജ്. അവിടെ പോയപ്പോൾ ആ ഫ്ലാറ്റും ആ ലൊക്കേഷനൊക്കെ കണ്ടപ്പോൾ അവിടെ താമസിക്കാൻ തോന്നി. ഇവിടെ ക്ലാരൻസ് വന്നിട്ട് ഈ വീട്ടിൽ താമസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വീട് സ്വന്തമായിട്ടുണ്ടായിരുന്നെങ്കിലും തോന്നി കേട്ടോ. എവിടെ ചെന്നാലും നല്ല സീനിക് വ്യൂവും നല്ല അടിപൊളി അപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ കേട്ടോ. മൊത്തം അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, അല്ലാതെ ചെറിയ ചെറിയ വീടുകളും കുടിലുകൾ പോലത്തെ വീടുകളൊക്കെ നമ്മുടെ പ്രീവിയസ് വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രശ്നമുള്ള സ്ഥലങ്ങളും ഉണ്ട്. അതൊക്കെ എല്ലായിടത്തും എല്ലാ നാട്ടിലും അങ്ങനെയാണല്ലോ, അല്ലാണ്ട് ആഫ്രിക്കയിൽ മാത്രം കൂടുതലൊന്നുമില്ല. പിന്നെ കുറേയൊക്കെ നമ്മുടെ കയ്യിരിപ്പാണ്. നമ്മൾ മര്യാദയ്ക്ക് സേഫായിട്ടുള്ള സ്ഥലത്തൊക്കെ പോവുക, കൂടുതൽ എക്സ്പ്ലോറിങ്ങിനൊക്കെ പോയി എല്ലായിടത്തൊക്കെ ചെന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അങ്ങനെയാണ് എനിക്ക് മൊത്തത്തിൽ മനസ്സിലാക്കിയത്. പക്ഷേ ആസ് എ ഫാമിലി ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കറിയാവുന്നൊരു ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു കാറ്, നമുക്ക് 3 മാസം വരെ അവിടെ വണ്ടി ഓടിക്കാം. അപ്പോൾ ഒരു വണ്ടി രണ്ടിലെടുത്ത് ഓടിക്കുമോ, എന്നാലേ ഒരു ഗൈഡ് വേണം, നമുക്കൊരു ബേസിക് ഐഡിയ വേണം പോകുന്ന സ്ഥലത്തിനെക്കുറിച്ചും അവിടുത്തെ ആൾക്കാരെക്കുറിച്ചും എങ്ങനെയാണ് നമ്മളെ ആൾക്കാർ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഒരു അവയർനെസ് വേണം നമ്മൾ പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ. ആ ഒരു കാര്യം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഫോണൊക്കെ ആണെങ്കിലും നമ്മളൊന്ന് കെയർഫുൾ ആയിരിക്കണം എന്നേ ഉള്ളൂ. നമുക്കിതുവരെ ഒരു ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ കുറേ വാചകം അടിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമ്മളിപ്പോൾ രാവിലെ ഇവിടുത്തെ ക്ലാരൻസിലെ വീട്ടിൽ നിന്ന് എല്ലാം റെഡിയായി നമ്മൾ ഇറങ്ങാൻ പോവാം കേട്ടോ. ഇന്ന് നമ്മൾ നേരെ തിരിച്ച് വേറെ മേജർ പരിപാടിയൊന്നുമില്ല, നേരെ ജോബർഗിൽ പോവും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ വീഡിയോ കൂടെ കാണാം. ഈ ലൈറ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ മരത്തിലോട്ട്, ഈ മരത്തിൻ്റെ മഞ്ഞ ഇലകളാട്ടോ. എന്നെ രസം നോക്കിയത് അതിൽ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഈ ഫ്രണ്ട് ഡോർ ഫുള്ള് ഗ്ലാസ് ആയതുകൊണ്ടേ നമുക്ക് നല്ല വ്യൂ ആട്ടോ, വണ്ടിയിലുള്ളതെല്ലാം കാണുകയും ചെയ്യാം. ഇവിടെ ഒരു ഗ്രില്ലും ഉണ്ട്, അതിട്ട് കഴിഞ്ഞാൽ സേഫ്റ്റി ഉണ്ട്. ഈ സ്റ്റാൻഡ് കണ്ടായിരുന്നു, കത്തിയിരിക്കുന്ന സ്റ്റാൻഡ്. ഇത് മാഗ്നറ്റിക് ഇതുണ്ടോ, ഉണ്ടോ? എത്ര രൂപയിൽ? എത്ര ഉള്ളൂ? അപ്പോൾ ക്ലാരൻസിലെ നമ്മുടെ വീടിനോട് ടാറ്റ. അപ്പോൾ ഇപ്പോൾ സമയം 7:40 ആയിട്ടുള്ളൂ കേട്ടോ. വൈഷ്ണവൻ ഒരു മീറ്റിങ്ങിലാണ്, അതുകൊണ്ടാണ് അച്ഛൻ വണ്ടി ഓടിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു ചർച്ച കേട്ടോ, നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടിരുന്നു. മൊത്തത്തിൽ ഈ ടൗണിൽ വലിയ ശബ്ദവും ബഹളമൊന്നും ഇല്ല കേട്ടോ, വളരെ സൈലൻ്റ് ആണ്. ഇന്നലെ നമുക്ക് ക്ലാരൻസ് സ്ക്വയറിലൊന്നും പിന്നെ വരാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ക്ലാരൻസ് സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഒരു റൗണ്ടിലുള്ളൊരു വ്യൂ നിങ്ങളൊന്ന് കണ്ടു കേട്ടോ. നമ്മളിന്നലെ വണ്ടി പാർക്ക് ചെയ്തതും ഫുഡ് കഴിക്കാൻ വന്നതൊക്കെ ഈ സ്ക്വയറിൻ്റെ സൈഡിലുള്ള ഓരോ കടകളിലൊക്കെ കേട്ടോ. വഴിയും പാർക്കും ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. അവിടെ ലിറ്ററിങ് ഒന്നും കണ്ടില്ല.
ഈ ഭംഗിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഗൂഗിളിൽ നോക്കി ഇതൊക്കെ ആരാ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. ഞാൻ ഓർത്ത് മുനിസിപ്പാലിറ്റിയാണ്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ, ഇവിടെ ഷെയർഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. ഈ സ്ക്വയറിന് ചുറ്റുമുള്ള ബിസിനസ്സുകളും റിസർവേഷൻ ചെയ്യുന്ന കുറച്ച് കമ്മ്യൂണിറ്റികളും അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ടാട്ടോ ഇതൊക്കെ ഇത്ര ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു എഫേർട്ട് നമ്മൾ സമ്മതിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. അവർക്കും അങ്ങനെ കൾച്ചറുണ്ട് എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ ഇത്ര നീറ്റായിട്ട് കിടക്കുന്നത്. അപ്പോൾ ക്ലാരൻസിൽ നിന്ന് നമ്മൾ താമസിക്കുന്ന ജോനാസ്ബർഗിലെ വീട് വരെ 305 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഒരു 3.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പോകുന്ന വഴിയൊക്കെ രണ്ട് സൈഡും ഫാമുകളായിട്ടാണ് കാണുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ച കേട്ടോ, 2 പേര് കുതിരപ്പുറത്ത് ഇങ്ങോട്ട് വരുന്നു. കുറേ ദൂരം ഇങ്ങനെ തന്നെയുള്ള റോഡുകളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ എൻട്രിയിൽ കയറി നമ്മളൊരു എൻജിൻ്റെ പെട്രോൾ സ്റ്റേഷനിൽ നമ്മളൊന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന കേട്ടോ. ഇതില്ലേ സ്ട്രപ്സൽസ് ഇല്ലേ പിന്നെ. ട്രിപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ചെറിയ തൊണ്ടവേനയും മൂക്കടപ്പൊക്കെ ആയിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് വേണം ഒന്നും മരുന്നൊക്കെ കഴിക്കാൻ. എൻട്രി കയറിയ ശേഷം റോഡൊക്കെ നല്ല നൈസാട്ടോ, നല്ല 4 ലൈനാണ്. അത്യാവശ്യം നല്ല ഓടിച്ച് പോവുകയും ചെയ്യും സ്പീഡിൽ. അപ്പോൾ നമ്മൾ ജോനാസ്ബർഗിൽ നിന്ന് ഡർബനും ഡ്രാഗൺസ്ബർഗും ക്ലാരൻസും എല്ലാം കൂടെ 6 ദിവസം കൊണ്ടിട്ടോ കവർ ചെയ്ത്. ഏകദേശം 2000 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഇതപ്പോൾ എയർപോർട്ടിലേക്കുള്ള റോഡാട്ടോ. അവിടെ റോഡിൽ വരച്ച് വെച്ചേക്കുന്ന സിമ്പിളൊക്കെ ഉണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാട്ടോ ജോനാസ്ബർഗിൽ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ നേരെ തിരിച്ച് മണിലാൻഡിലേക്ക് പോകാട്ടോ. നമ്മളിവിടെ ജോനാസ്ബർഗിലേക്ക് വരുന്നില്ല. അപ്പോൾ നേരത്തെ തന്നെ ട്രാവൽ ചെയ്യാൻ വേണ്ടി മിനി ബസ് ബുക്ക് ചെയ്യായിരുന്നു കേട്ടോ. നമ്മളിങ്ങോട്ട് വന്നില്ല, ജോനാസ്ബർഗിലേക്ക് വന്ന മിനി ബസ്സാട്ടോ. അപ്പോൾ അച്ഛനെ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ നേരെ ജോനാസ്ബർഗിലെ വീട്ടിൽ വന്നിട്ടോ. എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് ആവി പിടിക്കുകയാണ്. കുറച്ച് ആവിയൊക്കെ പിടിച്ച് ഒരു എന്താ പറയുക, ഒരു എന്താ ഫ്ലൂ ആൻഡ് ഏതാണ്ട് ഒരു കോൾഡ് തോന്നിയൊരു മെഡിസിൻ പേഷ്യൻ്റ് തന്നു കേട്ടോ. അതൊക്കെ അടിച്ച് കുറച്ച് നേരം ഇച്ചിരി റിലീഫുണ്ട്. ഇപ്പോൾ ഒന്ന് വെയിലത്തൊക്കെ വന്നിരുന്നു കുറച്ച് സൺ ബാത്തിങ് കേട്ടോ. നമുക്ക് ഈ ബാക്ക് യാർഡിൽ ഇങ്ങനെ വന്നിരിക്കാൻ നല്ല സുഖമാണ്. ഇതെന്നാ കറ്റാർ വാഴയാണോ പിന്നെ? ആന പോലത്തെ കറ്റാർ വാഴയല്ലേ? അപ്പോൾ ഇപ്പോൾ സമയം ഒരു 3 മണി 4 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ നമ്മളിതുവരെ വന്നിട്ട് ഈ എസ്റ്റേറ്റിനകത്തൂടെ നടന്നില്ല. അപ്പോൾ വെറുതെ ഒരു വൈകിട്ടൊരു ഈവനിങ് വാക്ക് എന്നുള്ള രീതിയിൽ വെറുതെ നടക്കാൻ ഇറങ്ങി കേട്ടോ. ഹായ്. എന്നാ ചിറ്റയൊന്ന് സൂം ചെയ്തേക്കാം. വിശാലമായിട്ട് കാണിച്ചു ഒരു 15 കിലോമീറ്റർ സ്പീഡിലേ പോകാവുള്ളൂ കേട്ടോ. ഈ എസ്റ്റേറ്റിൻ്റെ അകത്ത് മുഴുവൻ കിടിലം പ്ലാന്റ്സ് ആട്ടോ, നിറച്ച് പ്ലാന്റ്സ് ആണ്. അത് നല്ലപോലെ മെയിൻറ്റെയിനും ചെയ്യുന്നുണ്ട്. ഇതുണ്ട്, ഇത് എത്ര ഗ്രീൻ ആയിട്ടാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കുറേ വില്ലാസും ഫ്ലാറ്റ്സും ഒക്കെ ആയിരിക്കും. അത് ക്ലോസ്ഡ് ആയിരിക്കും. സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഫ്ലാറ്റിൻ്റെ പോലെയൊക്കെ ഉണ്ട്. ഫെൻസിങ്ങും ഹൈ റൈസ് മതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പൂളിൽ നേരത്തെ ഒരു പയ്യൻ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് പൂളിൻ്റെ വീഡിയോ അധികം എടുത്തില്ല കേട്ടോ. പൂളൊന്ന് പോയി നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല ഒരു വൃത്തിയുള്ളൊരു പൂളാണ്. ആ ഗേറ്റ് ഇപ്പോൾ പൊളിഞ്ഞു പോയാൻ. വലിയ ആഴമൊന്നുമില്ല കേട്ടോ. ഒരു ജസ്റ്റ് ഒരു അരയുടെ അത്ര വെള്ളം കാണുമായിരിക്കും. പതുക്കെ കാട്ടിയാൽ മതി. മിന്നിച്ചിട്ടാണോ? ഡു യു വോണ്ട് ടു ഗോ ഹയർ? സ്ലൈഡിൽ പോകാൻ പോകണോ? ചെയ്തിട്ടുണ്ടോ പിന്നെ നേരത്തെ? ഇവിടെയാ സ്ലൈഡ്, ഇവിടെയാ സ്ലൈഡ്, ഇവിടെയാ. പോരട്ടെ പോരട്ടെ. സീറ്റ്. പോരട്ടെ. ഈ വീടൊക്കെ 2 നില. പാർക്കിംഗ് ഉണ്ട്. ഇപ്പം നമ്മൾ നടന്ന് ഒരു സൈഡിൽ കൂടെ നടന്ന് പൂളൊക്കെ കണ്ട് നമ്മളെ ഫ്രണ്ടിൽ കൂടെ വരത്തില്ലേ കാറൊക്കെ കയറി വരുന്ന എൻട്രൻസ്, സെക്യൂരിറ്റി ചെക്കൊക്കെ ഉള്ള ഏരിയയിലേക്കായിട്ട് ആ റോഡാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു റോഡുണ്ട്, അതുപോലെ തന്നെ ബാക്കിൽ കൂടി റോഡുണ്ട്. പിന്നെ ഇങ്ങനെ ഇൻ്റർസെക്ഷൻസ് ആയിട്ട് ഒരു 4-5 സ്ട്രീറ്റ്സ് ഉണ്ട് കേട്ടോ. ഓരോ സ്ട്രീറ്റ്സിനും പേരൊക്കെ ഉണ്ട്. ഇവിടെ ഏതാണ്ട് കൃഷിയൊക്കെ ഉണ്ടല്ലോ, ഉള്ളിയാന്ന് തോന്നുന്നു. ഇത് ഫ്രണ്ടിലൊരു ലോങ് ആയിട്ടുള്ളൊരു പാർക്കുണ്ട് കേട്ടോ. നമ്മൾ അതിലേക്കൂടെ നടക്കുന്നൊരു ചെറിയ വീഡിയോ. ഇത് കണ്ടോ, ഓരോ സ്ട്രീറ്റിൻ്റെ പേര് കണ്ടോ. ലാവൻഡർ, ഇതിൻ്റെ പേര്, ഈ സ്ട്രീറ്റിൻ്റെ പേര് ടംബോട്ടി സ്ട്രീറ്റ് എന്നാട്ടോ. എല്ലാ സ്ട്രീറ്റും ഏകദേശം ഐഡൻറ്റിക്കലാണ്. ഇത് കണ്ടോ, നമ്മുടെ സ്ട്രീറ്റ് പോലെ തന്നെ ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഉംഗാനു സ്ട്രീറ്റ്, ഇതാണ്
ഇതിൻ്റെ ലാസ്റ്റത്തെ സ്ട്രീറ്റ് കേട്ടോ. ഇവിടെ ബൈക്കുകളുടെ നമ്പർ കുറവാട്ടോ. അതാണ് നമ്മൾ ഈ റീസെൻ്റ്ലി ഉള്ള പുറകോട്ടുള്ള ആഫ്രിക്കയിൽ വന്നിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബൈക്കുകളുടെ എണ്ണം വളരെ കുറവാട്ടോ. ഉള്ളത് ഒന്നെങ്കിൽ ഡെലിവറിയൊക്കെ ചെയ്യുന്ന സാധാരണ 100cc 150cc ബൈക്സാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പോർട്സ് ബൈക്സ് ആട്ടോ. പിന്നെ ബൈക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കുറവാണ്. അവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ഹാഷായതുകൊണ്ട്. അപ്പോൾ ഞാൻ എസ്റ്റേറ്റിൻ്റെ ചുറ്റും നടന്നു. അപ്പോൾ ഞാനൊരു 4-5 പേരെങ്കിലും കണ്ടു. ഇവരൊന്നും എനിക്ക് പരിചയമൊന്നുമില്ല കേട്ടോ. അവരെല്ലാം എന്നെ വിഷ് ചെയ്തിട്ട് ഹായ് ഒക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഞാനും തിരിച്ച് വിഷ് ചെയ്തിട്ടൊക്കെ ആയിട്ടാണ് പോയത്. ഈ കാണുന്നത് ജക്കറാന്ത എന്ന് പറഞ്ഞൊരു ട്രീ ആട്ടോ. അതിൻ്റെ പൂവൊക്കെ കാണാൻ നല്ല രസമാണ്. ഇത് ഏകദേശം പിങ്ക് ആട്ടോ. ഇതിന് വൈറ്റും ബ്ലൂ ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇലയും പൂവൊക്കെ വീണ് കിടക്കുന്നുണ്ടോ. ഇതിനൊരു പ്രത്യേക സ്ട്രക്ചറാട്ടോ. നമ്മൾ വാക്ക് തുടങ്ങിയ ആ സ്ട്രീറ്റിൽ തന്നെ തിരിച്ചെത്തി കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡാണ്. അത്യാവശ്യം നല്ലൊരു വാക്കാണ്. ഈ പാർക്കിന് ചുറ്റും നടന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു സർക്കിൾ, ഫുൾ സർക്കിൾ, ഔട്ടർ സർക്കിളൊക്കെ കൂടി നടന്നു കഴിഞ്ഞാൽ. ഇതതുപോലെ തന്നെ അവിടെ കണ്ടൊരു നൈസ് ചെടി കേട്ടോ. അതിൻ്റെ സ്ട്രക്ചറൊക്കെ കണ്ടോ. ഇത് പിന്നെ അലവേരയാണെന്ന് തോന്നുന്നു. അങ്ങനെ ചെറിയൊരു ഈവനിങ് വാക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ അപ്പോൾ ചേച്ചി നമ്മുടെ പിക്കപ്പായിട്ട് വന്ന സമയത്ത് രുരുവിനെയും അമ്മായിയും കണ്ടു. അവരെ പിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. മിന്നും ചിറ്റേ അവിടെ ഇരിക്കുക കേട്ടോ. ഞാൻ പുറത്തിറങ്ങി പോയെന്ന് ഓർത്ത് അവരോട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കവരെ വണ്ടിയിൽ പോയി പിക്ക് ചെയ്യാം. നമുക്ക് ഈ കോമ്പൗണ്ടിനകത്തൂടെ 15 കിലോമീറ്റർ സ്പീഡിലേ ഓടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടേ. ഈ വണ്ടി എവറസ്റ്റ്, നമ്മൾ കഴിഞ്ഞ ദിവസം പോയ എവറസ്റ്റ് പോലെ തന്നെയാണ്. പക്ഷേ ഇതിന് കുറച്ചുകൂടെ നല്ല ടോർക്കിയറുമാണ്, കുറച്ചുകൂടെ പിക്കപ്പും ഉണ്ട് കേട്ടോ. എവറസ്റ്റ് കുറച്ചുകൂടെ സ്മൂത്താണ്. കുറച്ചുകൂടെ യാത്ര ചെയ്യേണ്ട ഒരു ഇതുള്ളതുകൊണ്ട് കുറച്ചുകൂടെ സ്മൂത്താട്ടോ. ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വലിച്ചെടുത്ത് പോകില്ല. ഇത് കുറച്ചുകൂടെ അഗ്രസീവായിട്ട് വണ്ടി പോകും കേട്ടോ. എവിടെ ആൾക്കാരെ ഒന്നും കാണുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോയെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളാ പോയ സ്ട്രീറ്റിലൊന്നും കാണാനില്ല. ഇനിയിപ്പോൾ വീട്ടിൽ പോയി നോക്കാം. ഇറ്റ എവിടെ ഇരുന്നേ? എന്നെ കാണാത്തോണ്ട് അവർ നേരത്തെ തന്നെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വൈകിട്ട് ചെറിയൊരു ബാർബിക്യൂ പരിപാടിയുണ്ട്, ഒരു ബ്രായ് പരിപാടിയുണ്ട്. കുറച്ച് വെറൈറ്റി മീറ്റ്സ് ഒക്കെ ചേട്ടൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.